കേരളം ഇന്നൊരു ഗുരുതരമായ കുടിവെള്ള ക്ഷാമത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. 46ഓളം നദികളും ഇഷ്ടംപോലെ മഴയുമുള്ള ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രധാന കാരണം ആസൂത്രണത്തിലെ മികവില്ലായ്മയും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ലാഭേച്ഛയും മാത്രമാണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഓരോ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലും കുടിവെള്ളത്തിന് നെട്ടോട്ടം ഓടുന്ന ജനതയെ അവരുടെ അരക്ഷിതാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് താൽക്കാലിക ആശ്വാസം എന്ന നിലയ്ക്ക് ലോറിയിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന ജലത്തിന് കൃത്യമായ കണക്കോ രേഖകളോ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം എവിടെയൊക്കെ എപ്പോഴൊക്കെ എത്രത്തോളം വെള്ളം വിതരണം ചെയ്തു എന്നതിന് രേഖയുണ്ടാവില്ല. അത് വെറും ജലരേഖയായി വിശേഷിക്കും. കൃത്യമായ വൗച്ചറോ കൃത്യമായ ബില്ലോ കൃത്യമായ മേൽനോട്ടമോ ഇല്ലാതെ ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വെള്ളത്തിന് ആവശ്യാനുസരണവും അതിൽ കൂടുതലും വൗച്ചർ എഴുതി കോടികൾ അടിച്ചു മാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഓരോ സീസണും ഉണ്ടാകുന്ന വരൾച്ചയും വെള്ളക്ഷാമവും ഇവർക്ക് ഒരു ജീവനോപാധിയായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് ജനങ്ങളുടെ അരക്ഷിതാവസ്ഥയെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുകയാണ് ഈ ജലക്ഷാമത്തെ. കൃത്യമായ ആസൂത്രണത്തിലൂടെ, പ്ലാനിങ്ങിലൂടെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെ ജലക്ഷാമത്തിൽ നിന്ന് മുക്തമാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. കഴിഞ്ഞ 70 വർഷക്കാലം മാറി മാറി ഭരിച്ചവർ ഇവിടെ എന്തു ചെയ്യായിരുന്നു എന്നൊരു ചോദ്യം നാം അവരോട് ചോദിക്കുന്നു. ഇത്തരം ഒരവസ്ഥയിലേക്ക് എത്തിച്ചതിൽ ഇവരുടെ ആസൂത്രണമില്ലായ്മയും മികവില്ലായ്മയും കഴിവുകേടും ലാഭക്കൊതിയും ചൂഷണ മനോഭാവവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഉണ്ടാകുന്ന വരൾച്ച അവർക്കൊരാശ്വാസമാണ്, അവർക്കൊരു ജീവനോപാധിയാണ്, കോടികൾ അടിച്ചെടുക്കാനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ദുരവസ്ഥയ്ക്കെതിരെ നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഭാഗ്യവശാൽ കഴിഞ്ഞ ഒരു വർഷമായി മോഡി ഗവൺമെൻറ് ജലജീവൻ മിഷൻ എന്നൊരു പദ്ധതിയിലൂടെ ഭാരതത്തിലുടനീളം ഓരോ സംസ്ഥാനത്തും ഓരോ വില്ലേജിലും ഓരോ വീട്ടിലും കൃത്യമായി കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു വന്നിരിക്കുന്നു. ഇതുപ്രകാരം കേരളത്തിലെ ഓരോ പഞ്ചായത്തിനും 1 കോടി രൂപ വീതമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ജലജീവൻ മിഷൻ്റെ പദ്ധതി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി. ഇതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഓരോ പഞ്ചായത്തും ഏറ്റെടുത്തുകൊണ്ട് ഓരോ വീട്ടിലും കുടിവെള്ളം നിർബന്ധമായും എത്തിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. നമ്മുടെ നാട്ടിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങളുടെ മികവ് തകരാറ്, ആസൂത്രണത്തിലെ മികവില്ലായ്മ ഇവിടെയും നമുക്ക് ദൃശ്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇഴഞ്ഞു പോകുന്ന പ്രവർത്തനം അത് 2 കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. ഒന്ന്, കൃത്യമായ പ്ലാനിങ്ങിൻ്റെ കുറവ്. 2, നേരത്തെ പറഞ്ഞതുപോലെ ഈ ജൽജീവൻ മിഷൻ്റെ വെള്ളം എല്ലാ വീട്ടിലും എത്തിയാൽ അവർക്ക് എല്ലാ കൊല്ലവും കറന്നെടുക്കുന്ന കറവപ്പശുവായ ജലക്ഷാമം അത് ഇല്ലാതായി പോകുമോ എന്ന ഭയം. ഏതായാലും നമുക്കൊന്നേ മുന്നോട്ട് പോകാനുള്ളൂ. ഈ ജലക്ഷാമത്തിന് പ്രതിവിധി കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ ജൽജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം. ഓരോ വീട്ടിലും കുടിവെള്ളം എത്തിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി കഴിയുന്നത്ര വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു.